എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒറ്റപ്പെടലുകളുടെ നടുവിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, അല്ലെങ്കിൽ ഒറ്റപ്പെടലുകളുടെ നടുവിൽ ഇടപെടുന്ന ദൈവം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് ഹാഗാർ എന്ന പേര്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലും ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലുമാണ് ഹാഗറിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അബ്രാമിൻ്റെ ഭാര്യയായ സാറായിയുടെ മിസ്രൈമ്യ ദാസിയാണ് ഹാഗാർ. തങ്ങൾക്ക് തലമുറകൾ ഉണ്ടാകുന്നില്ലെന്ന് സാറായി കണ്ടപ്പോൾ തൻ്റെ ദാസിയെ അബ്രഹാമിന് ഭാര്യയായി കൊടുക്കുന്ന കാഴ്ച നമുക്ക് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ കാണാം. അങ്ങനെ 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ അബ്രഹാം അവളുടെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ചു. എന്നാൽ താൻ ഗർഭിണിയായെന്ന് കണ്ടപ്പോൾ ഹാഗറിൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. തൻ്റെ യജമാനത്തിയോട് നേരത്തെ ഉണ്ടായിരുന്ന ബഹുമാനമൊന്നും ഹാഗറിനില്ലാതെയായി. തൻ്റെ കണ്ണിൽ അവൾ അനിഷ്ടയായി തോന്നിയെന്ന് വചനം അവിടെ എഴുതിയിരിക്കും. ഇത് സാറായി കണ്ടപ്പോൾ അബ്രാമിനോട് പറഞ്ഞപ്പോൾ അബ്രാം പറഞ്ഞു, നിൻ്റെ ദാസി നിൻ്റെ കയ്യിലിരിക്കുന്നു, നിനക്കിഷ്ടം പോലെ പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സാറായി ഹാഗറിനോട് കഠിനത തുടങ്ങിയപ്പോൾ അവൾ വീട് വിട്ട് ഓടിപ്പോകുന്നതായിട്ട് വചനം പറയുന്നു. ഇവൾ ഓടിപ്പോയി ഒരു മരുഭൂ പ്രദേശത്ത് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ യഹോവയുടെ ദൂതൻ ഇവളെ കാണുന്നു. അവൻ പേര് ചൊല്ലി വിളിക്കുന്നു, ഹാഗാറെ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ യജമാനത്തിയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ മടങ്ങിച്ചെന്ന് യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കാൻ പറയുക ദൂതൻ. നീ ഗർഭിണിയല്ലോ, നിൻ്റെ മകനെയും യഹോവയായ ദൈവം ഒരു വലിയ ജാതിയാക്കുക എന്നുള്ളൊരു വലിയ വാഗ്ദത്തം ഹാഗറിന് ആ അവസ്ഥയിൽ വെച്ച് ദൈവം നൽകുകയാണ്. പിന്നീട് 21-ാം വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാമിനും സാറായ്ക്കും ഒരു വാഗ്ദത്ത സന്തതി ജനിക്കുന്നു, ഇസഹാക്ക്. ഇസഹാക്ക് ജനിച്ചതിന് ശേഷം അബ്രഹാം ഒരു വിരുന്നൊരുക്കി, ഒരു സൽക്കാരമൊരുക്കി സകല ജനത്തിനും. അവിടെ സാറായിക്ക് തോന്നുകയാണ് ഈ ഇശ്മയേൽ, അതായത് ഹാഗാറിൽ ജനിച്ച ഈ ഇശ്മയേൽ എന്ന് പറയുന്ന തലമുറ തനിക്കൊരു നിന്ദയായി തീർന്നിരിക്കുന്നു. എൻ്റെ മകനായ ഇസഹാക്ക് അനുഭവിക്കേണ്ട അവകാശത്തിന് അവൻ അവകാശിയാകരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഭവനത്തിൽ നിന്നും ഹാഗറിനെയും ഇശ്മയേലിനെയും അവിടെ നിന്നും വിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. സാറായിയുടെ വാക്ക് കേട്ട് അബ്രാം അതികാലത്ത് എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും അപ്പവും നൽകി ഹാഗറിനെയും ഇശ്മയേലിനെയും ആ ഭവനത്തിൽ നിന്നും ഇറക്കി വിടുകയാണ്. വചനം പറയുന്നു, ഹാഗർ ബേർഷേബ മരുഭൂമിയിൽ വഴി ഉഴന്നു നടന്നു. കയ്യിൽ ഉണ്ടായിരുന്ന ഒരു തുരുത്തി വെള്ളം ചെലവായ ശേഷം തൻ്റെ മകനെ ഒരു കാട്ടിൻ്റെ തണലിൽ കിടത്തിയിട്ട് അതിന് ദൂരെ ഒരു അമ്പിൻപാട് ദൂരെ പോയിരുന്ന് ഹാഗർ ഉറക്കെ കരയാൻ തുടങ്ങി. തൻ്റെ മകൻ്റെ മരണം തനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ അവൾ കരയുന്നു. അവളുടെ ഈ നിലവിളിയുടെ നടുവിൽ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അവളെ വീണ്ടും വിളിക്കുക, വീണ്ടും വാഗ്ദത്തങ്ങൾ കൈമാറുകയാണ്. അവിടെ 21-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു അവളോട്, ഹാഗാറെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ വലിയ ഒരു ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. അതുമാത്രമല്ല, ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ഈ 2 വേദഭാഗങ്ങളും എടുത്ത് ഈ ഹാഗറിൻ്റെ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നോട് ഇടപെട്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ഭവന സംബന്ധമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന, കുടുംബത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് കൈമാറുകയാണ്. ആ വിഷയത്തിൻ്റെ മേലൊരു ദൈവിക പരിഹാരം സ്വർഗത്തിലെ ദൈവം നൽകുന്നു. രണ്ടാമത്, തലമുറയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ നടുവിൽ ബാലൻ്റെ മരണം എനിക്ക് കാണണ്ടെന്ന്
പറഞ്ഞ് ഹാഗർ നിലവിളിക്കുന്നത് പോലെ ഭാവി എന്തായി തീരുമെന്നോർത്ത്, തലമുറയുടെ ഭാവിയെ ഓർത്ത് സങ്കടത്തോടെ ഇരിക്കുന്ന, ഭാരത്തോടെ ഇരിക്കുന്ന മാതാവേ, പിതാവേ, ഈ വചനം ചൊല്ലി കൈമാറി ഞാൻ പ്രാർത്ഥിച്ചു പറയുന്നു, നിങ്ങളുടെ ആ വിഷയത്തിൻ്റെ മേൽ ഒരു വലിയ ദൈവിക ഇടപെടലുണ്ടാകുന്നു. ബാലൻ്റെ നിലവിളി ദൈവം കേട്ടു. ഒരു തുരുത്തി വെള്ളം തീർന്നപ്പോഴാണ് കയ്യിലുണ്ടായിരുന്നത് തീർന്നുപോയി. നൽകിയത്, ശേഖരിച്ചു വെച്ചത് ഇല്ലാതെയായിപ്പോയി, തീർന്നുപോയി. തുരുത്തിയിലെ വെള്ളം തീർന്നത് കണ്ടാണ് ഹാഗർ പറഞ്ഞത്, മകൻ ഇനി മരിക്കാൻ പോവുക, മകൻ്റെ മരണം എനിക്ക് കാണണ്ട. എന്നാൽ തുരുത്തിയിലെ വെള്ളം തീർന്നെടുത്ത് ദൈവം നീരുറവയെ തുറന്നു. അത് കാണത്തക്ക നിലയിൽ അവളുടെ കണ്ണിനെയും ദൈവം തുറന്നെങ്കിൽ, ഈ ദിവസങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ നടുവിലുള്ള ദൈവപ്രവൃത്തിയെ നിങ്ങളുടെ കണ്ണാൽ കാണുവാൻ സ്വർഗം സഹായിക്കും. അതുകൊണ്ട് ഹാഗറിൻ്റെ ജീവിതത്തിൽ അവിടെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം അയച്ചിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.